ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ജമാഅത്തിന്റെ പിന്തുണ സ്വീകരിക്കുക മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെക്കാളും ആവേശത്തിൽ അവർക്ക് ഈ നിലയിൽ മതരാഷ്ട്ര നിലപാടില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ കൂടി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. എന്തായിരിക്കാം ആ നീക്കത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം? അല്ല, കോൺഗ്രസ് പാർട്ടി ഞാൻ ഈ ഖാലിസ്ഥാൻ തീവ്രവാദം ഉണ്ടാക്കിയ കോൺഗ്രസ് പാർട്ടിയുടെ പഞ്ചാബിലെയും ഇന്ത്യയിലെയും ശിഥിലീകരണത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടു. കോൺഗ്രസ് പാർട്ടി എന്തിനു വേണ്ടിയാണ് ഭിന്ദ്രൻവാലയെ പ്രോത്സാഹിപ്പിച്ചത്? സിഖ് മതവിശ്വാസികളായ മഹാഭൂരിപക്ഷം അണിനിരന്നിരിക്കുന്ന അകാലി പാർട്ടിയെ തകർക്കാൻ, അകാലിദളിനെ തകർക്കാനാണ്. ഈ കേരളത്തിൽ മലബാറിൽ മുസ്ലിം സമുദായത്തിലെ വലിയൊരു പക്ഷം ഇടതുപക്ഷമായിട്ട് ഒട്ടി നിൽക്കുന്നവരാണ്. ഇടതുപക്ഷം ചരിത്രപരമായി തന്നെ മലബാറിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മഹത്തായ ഇടപെടൽ നടത്തിയ മദിരാശി കോൺഗ്രസ് സർക്കാർ ഉണ്ടായിട്ടും ഇവിടെ മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അവർ പ്രത്യേകം അനുമതി എടുക്കേണ്ടിയിരുന്നു. ആ നിയമത്തിന് വിവേചനം EMS ആണ് അതിശക്തമായി ഉന്നയിച്ച് EMSൻ്റെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് പള്ളി പണിയാൻ മറ്റ് മതസ്ഥരെ പോലെ തന്നെ മുസ്ലിങ്ങൾക്കും പ്രത്യേക അനുമതി ആവശ്യമില്ല എന്ന അവസ്ഥ വന്നത്. മലബാർ പോലീസിൽ, സ്പെഷ്യൽ പോലീസിൽ, MSPയിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ പോയിട്ടും മദിരാശി കോൺഗ്രസ് ഗവൺമെൻറ് ആ നിയമം നിലനിർത്തിയിരുന്നത്. അത് മാറ്റിയതാരാണ്? EMSൻ്റെ സർക്കാരാണ്. ഇങ്ങനെ മലബാറിലെ മുസ്ലിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ 67-ൽ ഒരു പിന്നോക്ക പ്രദേശം എന്ന നിലക്ക് മലപ്പുറം ഒരു പ്രത്യേക ജില്ലയാക്കിയ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മലബാറിൽ പൊതുവേ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ഒട്ടി നിൽക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഇടതുപക്ഷത്ത് നിന്ന് മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും മാറ്റിക്കൊണ്ടുപോകാനുള്ള ഒരു പുതിയ ഇസ്ലാമിന് പുതിയ അർത്ഥകൽപ്പന നൽകി ഒരു പുതിയ റിലീജിയസ് സെക്ട് ഉണ്ടാക്കാനുള്ള വളരെ അപകടകരമായ ശ്രമമാണ് മൗദൂദിയൻ ചിന്തകൾ, ഖുറദാവിയുടെ ചിന്തകൾ. അതിൻ്റെ ഭാവി എന്താണ് എന്ന ചർച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടന നടത്തുന്നത്. അത് അപകടകരമായ ഒരു പ്രവണതയാണ്. മാത്രമല്ല, താരതമ്യേന ഒരു സെക്യുലർ സ്പേസിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. വർഗീയമായ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ കൂടി അന്തകനായിട്ടാണ് മൗദൂദിയെ എഴുന്നള്ളിക്കുന്നത് എന്ന് റജിയെ പോലുള്ള കോൺഗ്രസ്സുകാരായ മതനിരപേക്ഷവാദികൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇരുതല മൂർച്ചയുള്ള മൂല്യ അപകടമായത് ഇരുതല മൂർച്ചയുള്ള സാധനമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. അത് ഞങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗിനെ വരെ ബാധിക്കുന്ന അപകടകരമായ ഒരു ഫണ്ടമെന്റലിസമാണ് മൗദൂദിയൻ ചിന്ത എന്ന പേരിൽ, ഷെയ്ഖ് ഖുറദാവിയുടെ ചിന്ത എന്ന പേരിൽ ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ അണികളിലേക്ക് കടത്തിവിട്ട് അത്തരം ആശയങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് പ്രചരിപ്പിക്കാനും സ്വാധീനമുണ്ടാക്കിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മതനിരപേക്ഷ സ്പേസിനെ വലിയ രീതിയിൽ അപകടപ്പെടുത്തുന്ന വളരെ ആവൽക്കരമായ ഒരു ഇടപെടലിൻ്റെ സൂചനയാണിത്. ഈ രാഷ്ട്രീയത്തിൻ്റെ വിധ്വംസകത മനസ്സിലാക്കണം. നമ്മൾ RS ഉയർത്തുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹങ്ങളോട്, ഗോത്രങ്ങളോട്, ആദിവാസികളോട്, സ്ത്രീകളോട് അത്യന്തം ഭീകരമായ ക്രൂരത അടിച്ചുവിടുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ലഡാക്കിൽ വെടിവെക്കുക ചെയ്തത് 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ അത് എടുത്തു കളഞ്ഞ രീതിയോട് മാത്രം രാജ്യസഭയിൽ പ്രതിഷേധം പ്രകടിപ്പിച്ച പാർട്ടിയുടെ പ്രതിനിധിയാണ് റജി. ഇപ്പം നമ്മളെന്താ കാണുന്നത്? ലഡാക്കിൽ അതിൻ്റെ ഭൂമിക്കടിയിലുള്ള മുഴുവൻ ലിഥിയം ഉൾപ്പെടെയുള്ള വിഭവങ്ങളും കൊള്ളയടിക്കാൻ അദാനി വന്നിരിക്കുക, അദാനി കമ്പനി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് അവിടെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. 370-ാം വകുപ്പ് അവരുടെ ഭൂമിക്ക്, അവരുടെ വിഭവങ്ങൾക്ക് നൽകിയ സംരക്ഷണം ആ വകുപ്പ് എടുത്തു കളയുന്നത് വഴി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതാണ് ലഡാക്കിലെ പ്രക്ഷോഭത്തിൻ്റെ കാരണമായി മാറിയിരിക്കുന്നത്. ഇതുപോലെ ഇന്ത്യയിലാകെ വളരെ അസ്വസ്ഥകരമായ ഒരു സാഹചര്യം RSS ഭരണം, RS നയിക്കുന്ന BJP ഭരണം ഉണ്ടാക്കുകയാണ്. അതിനെ നമുക്ക് ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കണം. അങ്ങനെ തോൽപ്പിക്കണമെങ്കിൽ അവസരവാദപരമായി കേരളത്തിൽ എങ്ങനെയെങ്കിലും അങ്ങ് ഇടതുപക്ഷത്തിനെ സൈഡാക്കി കളയാം എന്ന രീതിയിൽ മുസ്ലിം തീവ്രവാദത്തെ നിങ്ങൾ കൂട്ടുപിടിച്ചാൽ മുസ്ലിം സെക്യുലർ പൊളിറ്റിക്സിനെ കൂടി, മുസ്ലിം സെക്യുലർ പൊളിറ്റിക്സിൻ്റെ ഇടപെടൽ നടത്തുന്ന രാഷ്ട്രീയ കക്ഷികളെ കൂടി അത് ഇല്ലാതാക്കും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത്രേ എനിക്കിപ്പോൾ പറയാം.